ഒരിടവേളയ്ക്ക് ശേഷം മൂന്നാറിലെ തോട്ടം മേഖല വീണ്ടും കടുവാ ഭീതിയിൽ. മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം പശുവിന് നേരെ കടുവയുടെ ആക്രമണമുണ്ടായത്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മാത്രം 100-ലധികം പശുക്കളാണ് കടുവയുടെയും പുലിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വേനൽ കനക്കുന്നതോടെ വന്യജീവി ശല്യം രൂക്ഷമാകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അരുവിക്കാട് വെസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണമുണ്ടായത്. ലയങ്ങൾക്ക് സമീപം തേയിലത്തോട്ടത്തിനോട് ചേർന്ന് മേയുകയായിരുന്ന പശുവിനെ കടുവ ആക്രമിച്ചു. പശുവിന്റെ അലർച്ച കേട്ട് ഓടിയെത്തിയ തൊഴിലാളികളുടെ ബഹളത്തെ തുടർന്ന് കടുവ ഓടി മറയുകയായിരുന്നു. ഇതിനിടയിൽ കടുവ പശുവിന്റെ കാൽ കടിച്ചു പറിക്കുകയും ചെയ്തു. പശു ചെളിയിൽ പൊതിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പശുവിന് പിന്നീട് ചികിത്സ ലഭ്യമാക്കി. അരുവിക്കാട് സ്വദേശിയായ സത്യയുടെ പശുവിനാണ് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഒരിടവേളയ്ക്ക് ശേഷം തോട്ടം മേഖല വീണ്ടും കടുവ ഭീതിയിൽ അമർന്നു. മൂന്നാറിലെ തോട്ടം മേഖലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ മാത്രം 100-ലധികം പശുക്കളാണ് കടുവയുടെയും പുലിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വേനൽ കനക്കുന്നതോടെ വന്യജീവി ശല്യം രൂക്ഷമാകുമോ എന്ന ആശങ്ക കർഷകർക്കുണ്ട്. തോട്ടം തൊഴിലിനൊപ്പം അധിക വരുമാനമെന്ന നിലയിലാണ് തൊഴിലാളികൾ പശുക്കളെ വളർത്തുന്നത്. നിരന്തരം ജനവാസ മേഖലയിൽ വന്യജീവി സാന്നിധ്യം രൂക്ഷമായിട്ടും വനം വകുപ്പ് അനാസ്ഥ തുടരുന്നുവെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.